ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ ഗൈസ്, അങ്ങനെ നമ്മൾ ഡിലേ വന്നിട്ടുണ്ട് നമ്മളെ വ്ളോഗിങ്ങിൽ. 4 ദിവസം ഡിലേ വന്നു ഗൈസ്. അല്ല, 5 ദിവസം ഡിലേ വന്നു ഗൈസ്. അമ്മ പറഞ്ഞല്ല, ഞാൻ ഇടക്കിടക്കായിരുന്നു ജിമ്മിൽ പോക്ക്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിൽ പോകുന്നുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് അതൊരു വലിയ കാരണമൊന്നുമല്ല വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ലേ ഗൈസ്. അതിനെ ഗൈസ് അവിടെ നോക്കറോ ഗൈസ്, അവിടെ ഒരു ഹോൾ ഇട്ടു കേട്ടോ. സംഭവം എന്തിനാ ഇട്ടേന്ന് അറിയില്ല, എന്തായാലും ഇട്ടു ഗൈസ്. എന്തായാലും ഗൈസ്, ഇന്നത്തെ വീഡിയോ റിയാക്ടിങ് സം മെസ്സേജസ് ആണ് ഗൈസ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് മെസ്സേജ് കുറേ മീൻസ് അങ്ങനെയൊന്നുമില്ല, 3 മെസ്സേജ് ഞങ്ങൾക്ക് വന്നിരുന്നു. അത് ജനുവരിയിലാണ് വന്ന്. ജനുവരി ഞാൻ സോഷ്യൽ മീഡിയനെ മൊത്തം ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന സമയത്തായിരുന്നു ഇതെല്ലാം വന്നതെന്നാ തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടേ. അപ്പം ഞാൻ അന്നേരം റിയാക്ട് ചെയ്തിന്. ജനുവരി സംഭവം ഡിലേ വന്ന കാരണം എൻ്റെ അമ്മ മരണപ്പെട്ടത് നിങ്ങൾക്കറിയാം. ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളെല്ലാം പറഞ്ഞിന്. അങ്ങനെ കുറേ മെസ്സേജ് എനിക്ക് വന്നു, ഇതെന്നാ സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവം, അതെല്ലാം ഓക്കെ. അതുകൊണ്ടൊന്ന് ഞാൻ ഒന്ന് പറയാം എന്ന് കരുതിയാണ്. ഞങ്ങൾക്ക് പറയണമെന്നില്ല കഴിച്ച്, ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യമാണ്. ഞാൻ ഒന്ന് പറയാൻ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കങ്ങനെ മെസ്സേജ് വന്നോണ്ടല്ല, ഞാൻ അങ്ങനെയൊന്നും പറയാനോ അങ്ങനെ നിൽക്കണ്ടെന്നെല്ലാം കരുതിയാണ്. എന്തായാലും പറയാം ഗൈസ്. അതിനു മുമ്പ് ഒരു കാര്യം പറയണ്ടേ, പുള്ളിമാൻ്റെ റിലീസ് ഡേറ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. ഓഗസ്റ്റ് 23 ഞായറാഴ്ച, ഓണം അടുപ്പിച്ചായിരിക്കും റിലീസ് ഉണ്ടാവുക. വർക്ക് ജൂലൈ 3 സ്റ്റാർട്ട് ചെയ്യും ഗൈസ്. കോഴിക്കോടായിരിക്കും വർക്ക് ഉണ്ടാവുക. അന്നേരം ഗൈസ് അതൊന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ അനൗൺസ്മെൻറ്റ് ചെയ്തതാണ്. ഒരു കൃത്യമായി ഒരു ഏകദേശം വെച്ചിട്ട്, കൃത്യം ഞാൻ പറഞ്ഞില്ല, ഏകദേശം വെച്ചിട്ടാണ് അനൗൺസ്മെൻറ്റ് ഡേറ്റ് അനൗൺസ് ചെയ്തത്, ഓഗസ്റ്റ് 23 എന്നുള്ളത് കേസ്. പിന്നെ കരിമുട് പിന്നെ മെസ്സേജിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം കേസ്. ആണെങ്കിൽ ഞാൻ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഈ 3 മാസം ഞാൻ വ്ളോഗ് ചെയ്തില്ല. ഫോണേ എടുത്തില്ല. എൻ്റെ കയ്യിൽ ഞാൻ ഫോൺ ഉപയോഗം കുറച്ച് മീൻസ് ഞാൻ എടുത്തിട്ടേ ഇല്ല, ഫോൺ ഉപയോഗിച്ചിട്ടേ ഇല്ല എന്ന് നമ്മൾ പറയാം. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരു ഫുൾ ബ്രേക്ക് ഗൈസ്. അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ ഉണ്ടായത്. എൻ്റെ അമ്മ മരണപ്പെട്ട സമയത്ത് എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. ജനുവരി 25 അമ്മ മരണപ്പെടുന്നത്. ഡിസംബറിൽ വ്ളോഗില്ലാത്തതെന്ന് വെച്ചാൽ ഞാൻ അന്നേരം എനിക്ക് ചിക്കൻ ബോക്സ് വന്ന സമയമായിരുന്നു. ചിക്കൻ ബോക്സ് വന്ന സമയം കൊണ്ട് എനിക്ക് അന്നേരം വ്ളോഗ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഈ 3 മാസം ഞാൻ വ്ളോഗ് ചെയ്തു. 3 മാസം കഴിഞ്ഞിട്ട് ഞാനൊരു വ്ളോഗ് അതിൻ്റെ എടുക്കുന്ന എന്താ സംഭവിച്ച ആ കാര്യങ്ങൾ പറയാനായിട്ട് ഞാനൊരു വ്ളോഗ് ചെയ്തിട്ട് പിന്നെ ഞാൻ ആദ്യം 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ വ്ളോഗ് ചെയ്തത്. നിങ്ങൾക്കൊരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ആഹ്യൻ്റെ റിലീസിങ്ങിൻ്റെ സമയത്തായിരിക്കും ഞാൻ കുറച്ച് വ്ളോഗെല്ലാം കണ്ടിന്യൂ ആയി തുടങ്ങിയത്. അതുവരെ വ്ളോഗ് ചെയ്തിട്ട് അന്നേരം വന്ന മെസ്സേജാണിത്. അന്നേരം ഞാൻ റിയാക്ട് ചെയ്തിന് കേസ്. ഞാൻ എന്താ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി ചെയ്ത വീഡിയോ ഇത് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ ഒന്നും കൂടി ഈ വീഡിയോയിൽ പറയാൻ വെച്ചാൽ എനിക്ക് പറയാൻ പറ്റൂല കേസ്. എന്ന് സംഭവിച്ചാൽ ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യമാണ്. എന്നാലും ഞാൻ പറയാം. ഞാനിപ്പോൾ പറഞ്ഞ തന്നെ 2 വട്ടം പറഞ്ഞതെന്ന് എനിക്കറിയാം കേസ്. അതാണ് ഞാൻ പറയാം കേസ്. ഒരു കല്യാണത്തിന് പോയതാ സംഭവം. ഞാനും അമ്മയും എൻ്റെ അച്ഛനും അമ്മേൻ്റെ അച്ഛനും അമ്മയും ഞാനും അമ്മയും കല്യാണത്തിന് പോയി. പിന്നെ അദ്രി, വാമിക, ഋതു നിങ്ങൾക്ക് വീഡിയോയിലും വന്നിട്ടുണ്ട് അവർ. പിന്നെ അമ്മേൻ്റെ അനിയത്തി, എൻ്റെ ആൻറ്റി, നമ്മളെല്ലാവരും കൂടി കല്യാണത്തിന് പോയ സമയത്ത് അമ്മ നടന്ന് ഭക്ഷണം കഴിച്ച് അന്നേരം നമുക്ക് ഛർദ്ദിക്കാൻ മീൻസ് വന്നത് എന്താ, ചിക്കൻ ബോക്സ്. അനക്ക് ചിക്കൻ ബോക്സ് വന്നിന്. എൻ്റെ അടുക്കേന്ന് എൻ്റെ ആൻറ്റിക്ക് വന്നു, അദ്രിക്ക് വന്നു, വാമികക്ക് വന്നു, ഋതുവിന് വന്നു, എല്ലാവർക്കും വന്നു. അച്ഛനും അമ്മയും വന്നിട്ടില്ല. അത് അവർക്ക് മുമ്പ് വന്നില്ല. അന്നേരം അവർക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അന്നേരം എൻ്റെ ഇപ്പം എനിക്ക് വന്ന ചിക്കൻ ബോക്സ് അമ്മക്ക് ആയിട്ടുണ്ടാവാം. അന്നേരം ഒന്നും നമുക്കറിയില്ല. കല്യാണത്തിന് പോകുന്നത് വരെ ഒന്നും അറിയില്ല. എങ്ങനെ ചിക്കൻ ബോക്സ് നമുക്ക് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് പോയില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടായി പോയി. അവിടുന്ന് നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലം. അന്നേരം ഫുഡ് കഴിച്ച് അന്നേരം വെയിൽ കൊണ്ട സമയത്ത് ചിക്കൻ ബോക്സ് ഉള്ളിലുണ്ടാവും. അന്നേരം ഛർദ്ദിക്കാൻ വന്നിട്ട് അമ്മ പിടിച്ചേക്കാൻ നോക്കി. ഷാളെല്ലുണ്ട്. അങ്ങനെ അവർക്കൊരു ബുദ്ധിമുട്ടാവേണ്ട വെച്ച് പിടിച്ചേക്കാൻ നോക്കുമ്പം ഛർദി വന്നു. അമ്മ പിടിച്ചു വെച്ചു, മൂക്കിലൂടെ വന്നു. അന്നേരം അമ്മ വലിക്കുമ്പം ശ്വാസനാളത്തിലേക്ക് പോയി. അന്നേരം കേസ് ശ്വാസം കിട്ടാതെ അമ്മ വീണു. അന്നേരം ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ ഫ്ലോ കട്ടായി കേസ്. അതാ സംഭവം ഉണ്ടായത്. അതിൻ്റെ ബ്രെയിനിൽ ഡാമേജ് പറ്റി. ഓക്സിജൻ ഫ്ലോ കട്ടായിട്ട് ഡാമേജ് പറ്റി. അങ്ങനെയാണ് ഈ സംഭവം. ഇത് എനിക്ക് 1ാമത്തെ മെസ്സേജ് ഇതാ, എന്താ സംഭവിച്ചു, അമ്മക്ക് എന്താ സംഭവിച്ചു, അമ്മക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു. അതിനുള്ള മറുപടി ഞാനിപ്പോൾ തന്നു. അടുത്ത മെസ്സേജ് ഞങ്ങൾക്ക് പറയണമെന്നില്ല. അത്
അതങ്ങനെ ചോദിച്ചു. എൻ്റെ വ്ളോഗിൽ എന്തോ അതും ഒരു കൊല്ലമായി ഞാൻ ഇപ്പോൾ എൻ്റെ ചാനലിനോട് കിട്ടി 1.5 വർഷമായി. ഒരു കൊല്ലം മുമ്പാണ് ഏതോ ഒരു വ്ളോഗിൽ നടക്കാൻ പാടില്ലാത്ത നടന്നിന്. അത് നിങ്ങൾക്കും അറിയാം, നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം എൻ്റെ വ്ളോഗിൽ നടന്നിന്. അതിൻ്റെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ചു. എനിക്ക് പിന്നെ ഡിലീറ്റ് ചെയ്തു. ആ വീഡിയോ കണ്ട തന്നെ ഒരു 10-12 ആൾ വരാം. ആ 12 ഒരു 2 പേരാണെന്ന് എനിക്ക് മനസ്സിലായിച്ചേ. ആ സത്യത്തിൽ അതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷെ അതെനിക്ക് ഇവിടെ പറയണമെന്നില്ല. എന്തായാലും എനിക്കത് ഗൈസ്, അത് ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളതെല്ലാം എനിക്കത് അങ്ങനെ ഇനി ആദ്യം പറയണമെന്നില്ല. എനിക്ക് മനസ്സിനെ വിഷമാവും ഗൈസ്. അതെന്തായാലും അങ്ങനെ പറയുന്നില്ല. രണ്ടാമത്തെ മെസ്സേജ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. എനിക്കത് പറയണമെന്നില്ല ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇനി നിങ്ങൾ എന്താണെന്ന് ചിന്തിക്കട്ടെ, എനിക്ക് പറയണമെന്നില്ല. പിന്നെ മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇരുട്ടറ ഇപ്പം വരാൻ പോകുന്ന പുള്ളിമാൻ, ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സോങ് ഉണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. മൂന്നാമത് 3 മെസ്സേജ് ഞങ്ങൾക്ക് വന്നിട്ടില്ലേ. അതിൻ്റെ അകത്ത് ഒന്നും പറഞ്ഞു, 3 പറയാൻ പോകുന്നത്. രണ്ടാമത്തൊക്കെ പറയണമെന്നില്ല, അത് എനിക്ക് പറയണ്ടെന്ന് തോന്നുന്നു. ഒന്നാമത്തെ എന്തായാലും ഞങ്ങൾക്ക് പറയണമെന്ന് വെച്ചാൽ എൻ്റെ അമ്മക്ക് എന്നാ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയണമെന്ന് തോന്നി. നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ അതിനുള്ള മറുപടി തരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ മൂന്നാമത്തെ മെസ്സേജ് പുള്ളിമാൻ, ഇരുട്ടറ, ഈ 3 സോങ് ഇറങ്ങി. ഇനി 4മതോ എന്തെങ്കിലും അന്നേരം മെസ്സേജ് വരുന്ന സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇരുട്ടറിൻ്റെ അനൗൺസ്മെൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം വന്ന മെസ്സേജ് എനിക്ക് ഏതെങ്കിലും സോങ് ഉണ്ടോയെന്നാണ്. ഇപ്പം ഞാൻ പറയാം, അന്നേരം ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. അന്നേരം ഇപ്പം പറയാം. കഴിഞ്ഞു. ഇനി ഇരുട്ടറ വന്നു. പിന്നെ പുള്ളിമാൻ വന്നില്ല, ഓഗസ്റ്റ് 23 വരും. പുള്ളിമാൻ കഴിഞ്ഞിട്ട് 2 സോങ് ഉണ്ട് ഗൈസ്. 2 സോങ്ങിന് പേര് ആയില്ല, പക്ഷേ ലിറിക്സ് ഒന്നും ആയില്ല. ഒരു മനസ്സിലിങ്ങനെ ഉണ്ട് ഗൈസ്. സ്റ്റുഡിയോക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അന്നേരം സെറ്റായി വരണത്ര 2 സോങ് ഉണ്ട് ഗൈസ്. ആ സോങ് ഇപ്പം ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഡിസംബർ അങ്ങ് കുറേ ആവും വരണമെങ്കിൽ. എനിക്കിപ്പോൾ സോങ്ങിൽ ഞാൻ ചിന്തിക്കുന്നില്ല ഗൈസ്. പുള്ളിമാൻ റിലീസായി കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ കൂടുതലും വ്ളോഗും പിന്നെ എനിക്ക് എൻ്റെതായ കുറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ്. ഞാനിപ്പോൾ പ്ലാനിങ്ങിലാണ്. അന്നേരം അതിലും കോൺസെൻട്രേഷൻ ചെയ്യണം. കോൺസെൻട്രേഷൻ ചെയ്യണം ഗൈസ്. അന്നേരം എനിക്ക് സോങ് എന്തെല്ലാം കുറക്കും ഞാൻ ഗൈസ്. സോങ് ഒക്കെ ചെയ്യണമെന്നില്ല. ഞാൻ എന്തോ രീതിയിൽ ഗൈസ്. ഒരു മിനിറ്റ്, എനിക്കൊരു കോൾ വരുന്നുണ്ട്. ഒരു കോൾ വന്നിട്ടാണ്, അതാ കട്ടാക്കിയ വീഡിയോ ഗൈസ്. സംഭവം ഇതൊക്കെയാണ് പറയാനുള്ളത്. ഞാൻ എവിടെയാണ് നിർത്തിയത്? കോള് വന്നിട്ട് 3/4 മണിക്കൂർ സംസാരിച്ച് ഞാൻ മറന്നുപോയി. എന്നാൽ ഞാൻ എവിടെയാണ് നിർത്തിയത്? ഞാൻ അതിനകത്ത് ക്ലിപ്പ് നോക്കി കിട്ടി. സോങ് കുറക്കലായി എന്നാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ ക്ലിപ്പിൽ കേസാണ്. സത്യത്തിൽ ഞാൻ ഇരുട്ടറ, പുള്ളിമാൻ, അത് കഴിഞ്ഞിട്ട് 2 സോങ് ഉണ്ട്. അത് പ്ലാനിങ്ങിലുണ്ട്. അത് വരുമോ എന്നൊന്നും എനിക്കറിയില്ല. പുള്ളിമാൻ എന്തായാലും വരും കേസ്. എനിക്ക് സോങ് ഞാൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു ആഗ്രഹം, ഇതെങ്ങനെയാണ് അത് ചെയ്ത് നോക്കാം, ചിലപ്പോൾ ഇതിൽ സക്സസ് ആയാലോ എന്ന് കരുതി ഞാൻ ചെയ്തതാണ്. സക്സസ് ആയില്ല, ചിലപ്പോൾ സക്സസ് ആവാം, പറയാൻ കഴിയില്ല. ഇതെന്തായാലും ഞാൻ സോങ് അധികം ചെയ്യും. ഞാൻ വ്ളോഗിങ് തന്നെയാണ് മെയിനായിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് വ്ളോഗല്ലാതെ വേറൊരു കാര്യമുണ്ട്. അത് ഞാൻ കഷ്ടപ്പെടുകയാണ്, ഹാർഡ് വർക്കിലാണ്. ആയി എന്നല്ല, എല്ലാം ആയി വരുന്നുണ്ട്. എന്തായാലും അടുത്തന്നെ സംഭവിക്കാം. ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ എന്താ പറയുക, ഞാൻ 4 വർഷമായിട്ട് ഇതിൻ്റെ പിന്നിൽ തന്നെയാണ്. അന്നേരം അത് നടത്തിയെടുക്കണം എനിക്ക്. എന്തായാലും അത് വയ്യേ മനസ്സിലാകും. വരണത്ര അടിപൊളിയായിരിക്കും. എങ്ങനെയായിരിക്കും എക്സ്പീരിയൻസ് എന്നറിയില്ല, നോക്കാം ഗൈസ്. അതാണ് ഇപ്പോൾ വ്ളോഗ് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അന്നേരം അന്ന് വന്ന മെസ്സേജിൽ എന്താ അന്ന് ഈ മെസ്സേജ് വരുമ്പം റിലീസായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്തെല്ലാം സോങ് എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പം വന്നു ഇരുട്ടറിയും വന്നു. പിന്നെ പുള്ളിമാൻ ഇപ്പം വരാനുണ്ട് ഓഗസ്റ്റ് 23. അത് കഴിഞ്ഞ് 2 സോങ് പ്ലാനിലുണ്ട്. അത് വരുമോ എന്നറിയില്ല. ചിലപ്പം എൻ്റെ ലാസ്റ്റത്തെ സോങ് പുള്ളിമാൻ തന്നെയായിരിക്കും. വേറൊരു സോങ് ഞാൻ ചെയ്യണമെന്നില്ല. ഇതിൻ്റെ ഒരു ഇതെല്ലാം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെയ്യുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ ഗൈസ്. വേറെ എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ത്വര വന്നുകൊണ്ട് മാത്രം ചെയ്തത്. അല്ലാതെ എനിക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഒന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. സക്സസ് ആയി എന്ന് പറഞ്ഞ രീതിയിൽ ചെയ്തതാണ് ഗൈസ്. എന്തായാലും ഞാൻ ഈ മെസ്സേജ് വന്നിട്ട് എനിക്കിതിങ്ങനെ പറയാതെ നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്തതാണ്. റിയാക്ട് മീൻ ആ സ്ക്രീൻഷോട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. അല്ലെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് ഈ സൈഡിൽ കൊടുത്തന്നെ ആ വന്ന മെസ്സേജ്. അതെ, ഒന്നാമത്തെ എൻ്റെ അമ്മക്ക് എന്ത് പറ്റിയെന്നുള്ളൊരു ചോദ്യം. പിന്നെ രണ്ടാമത്തുള്ള ചോദ്യം എനിക്ക് പറയണമെന്നില്ല. അത് എൻ്റെ വ്ളോഗിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു 1 year ago. പക്ഷേ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. അത് എനിക്ക് അവിടെ വെക്കണമെന്നില്ല. അതങ്ങനെ സംഭവിച്ചു. അതെൻ്റെ ഭാഗത്തെ തെറ്റാണ്, അല്ലാതെ അവരെ ഭാഗത്തുള്ള തെറ്റല്ല.
എൻ്റെ ഭാഗത്ത് പറ്റി തെറ്റ്. അത് ഒരു ടൗണിൽ ഞാൻ വ്ളോഗ് ചെയ്തുകൊണ്ട് ഞാൻ പറയാം ലേശം ഒന്ന് എഴുതി തരാം എന്ന് വെച്ചാൽ നമുക്ക് മൊത്തം പറയാൻ കഴിയില്ല. ഞാൻ ടൗണിൽ വ്ളോഗ് ചെയ്തുകൊണ്ട് എടുക്കുമ്പോൾ ഒരു ഓട്ടോക്കാരൻ വന്ന് ഒരു ചെറിയൊരു എന്തോ പറഞ്ഞു, അതൊരു പ്രശ്നമായി. അത് ആ വ്ളോഗിലുണ്ട്. ആ വ്ളോഗ് കണ്ട് ഏതോ 2-5 പേരാറ്റിയാന്ന് ഒരു 5-2 പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അത് സംഭവം എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക്. എനിക്ക് അന്നേരം അറിയില്ലായിരുന്നു. ഞാൻ ഇതിൽ അവരോട് സംസാരിച്ചു പോയി. അവരത് ഇങ്ങോട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ കാര്യമാണ് കേസ്. അതിനൊക്കെ സംസാരിക്കില്ല. അത് ആ മെസ്സേജ് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ കേസ്, എന്തായാലും ഇതെല്ലാം എനിക്ക് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ എടുത്തത്. സത്യത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്നില്ല. എന്നുവെച്ചാൽ എനിക്ക് കഴിഞ്ഞ കാര്യം സംസാരിക്കുന്നതിൽ എനിക്ക് അത്ര ആഗ്രഹമില്ല കേസ്. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ കാര്യമെല്ലാം ഈ ആഹേൻ്റെയും ഇരട്ടറി അതെല്ലാം ഓക്കെ. പക്ഷെ ബാക്കി 2 കാര്യം ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യം അത് എനിക്കത് പറയണമെന്നില്ല. പിന്നെ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. കേസ് എന്തായാലും നമ്മളെ വീഡിയോസെല്ലാം ബാക്ക് ടു ബാക്ക് വരുന്നതാണ്. ഇപ്പം ഒരു മഞ്ഞ കുപ്പായ ഇട്ടിട്ട് ഒരു തമ്മിൽ എടുത്ത പാടാ ഗൈസ്. ഗസ്ത കാർട്ടൂൺ ചാലഞ്ചിൻ്റെ പാർട്ട് 3 നാളെ മറ്റന്നാളായിട്ടും വീഡിയോ വരും. ഈ വീഡിയോ വന്ന് എനിക്ക് അടുത്ത വീഡിയോ പാർട്ട് 3 ഗസ്ത കാർട്ടൂൺ ചാലഞ്ചിൻ്റെ പാർട്ട് 3 ആയിരിക്കും ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളാണ് ചെയ്യേണ്ടത്. ലൈക്ക് ചെയ്യേണ്ടതും ഷെയർ ചെയ്യേണ്ടതും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതും നിങ്ങളാണ്. ഞാനല്ല ചെയ്യേണ്ടത്. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക ചെയ്തിട്ട്. ഓക്കെ ബൈ ഗൈസ്, ബൈ. ഇത് പറയാൻ വേണ്ടി ചെയ്ത വീഡിയോ. ബൈ. പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ.